ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷനിൽ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ബ്ലഡ് ഗ്രൂപ്പിംഗ്, ബ്ലഡ് കൊയാഗുലേഷൻ, ലിംഫ്, അതൊക്കെയാണ്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പുകൾ അറിയുന്നുണ്ടാവും അല്ലെ? അപ്പൊ ബ്ലഡ് ഗ്രൂപ്പിങ്ങിനകത്ത് നമ്മൾ രണ്ട് രീതിയിലുള്ള ഗ്രൂപ്പിംഗ് ആണ് മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യാറുള്ളത്. ഇപ്പൊ പൊതുവെ നമ്മളിപ്പോ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് പറയുകയാണെങ്കിൽ ബി പോസിറ്റീവ് ആണ് അല്ലെ? ഇതിനകത്ത് തന്നെ ശരിക്ക് രണ്ട് ഗ്രൂപ്പിംഗ് വരുന്നുണ്ട്. നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒന്നാമത്തെ ബ്ലഡ് ഗ്രൂപ്പിംഗ് രീതി എന്ന് പറയുന്നത് ABO ഗ്രൂപ്പിംഗ് ആണ്. ABO ഗ്രൂപ്പിംഗും രണ്ടാമത്തെന്ന് പറയുന്നത് RH ഗ്രൂപ്പിംഗും ആണ്. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഈ രണ്ട് ഗ്രൂപ്പിംഗ് എങ്ങനെയാണ് ഓരോ ബ്ലഡ് ഗ്രൂപ്പുകൾ വരുന്നത്, ഇതൊക്കെയാണ് ഈ ഒരു പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ്. ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് കൊണ്ടുവന്നിട്ടുള്ളത് കാൾ ലാൻഡ്സ്റ്റെയ്നർ ആണ്. കാൾ ലാൻഡ്സ്റ്റെയ്നർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഈ ഒരു ബ്ലഡ് ഗ്രൂപ്പിംഗിന്റെ ഒരു മെക്കാനിസം എങ്ങനെയാണ്, എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ബ്ലഡ് ഗ്രൂപ്പ്സ് വർക്ക് ചെയ്യുന്നത് എന്നെല്ലാം എന്ത് ചെയ്തിട്ടുള്ളത്, കൊണ്ടുവന്നിട്ടുള്ളത്. കാൾ ലാൻഡ്സ്റ്റെയ്ൻ. ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്റ്റെയിൻ ഒക്കെ ഉണ്ട്. നിങ്ങൾ ലാബിലൊക്കെ പോകുന്ന സമയത്ത് ലാൻഡ്സ്റ്റെയ്ൻ എന്ന് പറഞ്ഞ സ്റ്റെയിൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്ച്വലി ഇത് ബ്ലഡ് ഗ്രൂപ്പ്സ് അല്ലെ ബ്ലഡിൻ സെല്ലുകളൊക്കെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ നമുക്ക് പറ്റുകയും ചെയ്യും. അപ്പോ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ബേസ് ചെയ്തിട്ടുള്ളത് A എന്ന് പറയുന്ന ആന്റിജനും B എന്ന് പറയുന്ന രണ്ട് ആന്റിജനുകൾ നമ്മുടെ RBCയുടെ മേലെ കാണാം. എല്ലാ ആൾക്കാരും ഉണ്ടാവണമെന്നില്ല. ഇതിന്റെ പ്രസൻസിന്റെയും ആബ്സെൻസിന്റെയും ബേസ് ചെയ്തിട്ടാണ് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് പ്രകാരം 4 ബ്ലഡ് ഗ്രൂപ്പുകളാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്നാമത്തത് A ബ്ലഡ് ഗ്രൂപ്പ്, രണ്ടാമത്തത് B ബ്ലഡ് ഗ്രൂപ്പ്, മൂന്നാമത്തത് AB ബ്ലഡ് ഗ്രൂപ്പ്, നാലാമത്തത് O ബ്ലഡ് ഗ്രൂപ്പ്. ഇങ്ങനെ 4 ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പുകളാണ് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് പ്രകാരം ഉള്ളത്. അപ്പോ ഇങ്ങനെ 4ആക്കി തിരിക്കാനുള്ള മേജർ ബേസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ടു സർഫസ് ആന്റിജൻ. That is antigen A and B on RBC. RBCയുടെ മേലെ ഈ രണ്ട് ആന്റിജൻസിന്റെയും പ്രസൻസിനെയും ആബ്സെൻസിനെയും ബേസ് ചെയ്തിട്ടാണ് ബ്ലഡ് ഗ്രൂപ്പ് അതായത് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് നടക്കുന്നത്. അപ്പോ ABO ആന്റിജൻ എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടാവും. അതായത് ഒരാളുടെ ഉള്ളില് ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള എന്ത് സാധനത്തിനും നമുക്ക് ആന്റിജൻ എന്ന് വിളിക്കാം. അപ്പൊ ഈ പറയുന്ന A ആന്റിജനും B ആന്റിജനും ചില ആളുകളുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ, എല്ലാ ആളുടെയും എന്ന് പറയുന്നില്ല, ചില ആൾക്കാരുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവിടെ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യും, ഇതിനെതിരെ റിയാക്ട് ചെയ്യാൻ തുടങ്ങും, ആന്റിബോഡീസ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങും, ഇമ്മ്യൂൺ റിയാക്ഷൻസ് ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ഇതിനെ ആന്റിജൻ എന്ന് വിളിച്ചത്. ഓക്കെ, അപ്പൊ 4 ബ്ലഡ് ഗ്രൂപ്പുകളാണുള്ളത്. ഒന്ന് A, രണ്ടാമത്തത് B, മൂന്നാമത്തത് AB, നാലാമത്തത് O ബ്ലഡ് ഗ്രൂപ്പ്. നമ്മുടെ ബ്ലഡിന്റെ RBC, അതായത് നമ്മുടെ RBCയുടെ മേലെ ഏത് ആന്റിജൻ ആണോ കാണുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിന്റെ പേര് വിളിക്കുക. അതായത് A ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ എന്റെ RBCന്റെ മേലെ അല്ലെങ്കിൽ ആ ആളുടെ RBCന്റെ മേലെ കാണുന്ന ആന്റിജൻ ഏതായിരിക്കും? ആന്റിജൻ A ആയിരിക്കും. അപ്പൊ B ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെയുള്ള ആന്റിജൻ ഏതായിരിക്കും? B ആന്റിജൻ ആയിരിക്കും. അപ്പൊ AB ആണ് ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് എങ്കിലോ അവിടെ നമുക്ക് A ആന്റിജനും കാണാൻ പറ്റും, B ആന്റിജനും കാണാം. ഇനി വാട്ട് അബൌട്ട് O ബ്ലഡ് ഗ്രൂപ്പ്? O ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ ഒരു ആന്റിജനും കാണാൻ പറ്റില്ല. ആന്റിജൻസ് എന്ന് പറയുന്നത് നിൽ അല്ലെങ്കിൽ ആബ്സെന്റ് ആയിരിക്കും. അപ്പൊ ഏതാണോ ആന്റിജൻ കാണുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയാ, ബ്ലഡ് ഗ്രൂപ്പിന്റെ പേര് പറയാം. ഇപ്പൊ A ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ആന്റിജൻ വിൽ ബി A, B ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ആന്റിജൻ B ആയിരിക്കും. ഈ ആന്റിജൻ കാണുന്നത് എവിടെയാണ്? സർഫസ് ഓഫ് RBCയുടെ സർഫസിലാണ് കാണുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ. ഈ ആന്റിജൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പ്രോട്ടീൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ആന്റിബോഡീസ് എന്ന് വിളിക്കുക. അപ്പൊ ആന്റിജൻസിനെ നശിപ്പിക്കുന്ന പ്രോട്ടീൻസ് ആണ് ആന്റിബോഡീസ്. അപ്പൊ ശരിക്കും നമുക്ക് നേച്ചറിൽ ഈ പറയുന്ന ഒരു ഹ്യൂമൻ പോപ്പുലേഷനുള്ളിൽ തന്നെ ആന്റിജൻ എക്കെതിരെയുള്ള ആന്റിബോഡീസ് ഉണ്ട്, അതേപോലെ തന്നെ ആന്റിജൻ ബിക്കെതിരെയുള്ള ആന്റിബോഡീസും ഉണ്ട്. പക്ഷെ ഒരിക്കലും ഇത് ഒരാളുടെ ഉള്ളിൽ കാണില്ല. ലൈക്ക് ആന്റിജൻ A ആണ് ഒരാളുടെ ഉള്ളിലുള്ളതെങ്കിൽ അയാളുടെ ഉള്ളിൽ ഒരിക്കലും ഈ ആന്റിജനെതിരെയുള്ള ആന്റിബോഡി ഉണ്ടാവില്ല. പകരം അയാളുടെ പ്ലാസ്മയിൽ ഉണ്ടാവുന്ന ആന്റിബോഡി എന്ന് പറയുന്നത് ഏതായിരിക്കും? ആന്റിബോഡി B ആയിരിക്കും ഉണ്ടാവുക. അതായത് ആന്റിജൻ A ആണ് ഒരാളുടെ ഉള്ളിലുള്ളതെങ്കിൽ അയാളുടെ ബ്ലഡിലെ പ്ലാസ്മയിൽ ഏതായിരിക്കും ആന്റിബോഡി ഉണ്ടാവുക? ഇത് നേരെ ഓപ്പോസിറ്റ്. അതായത് ഇതിനെ കൗണ്ടർ ചെയ്യുന്നതല്ല, പകരം ആന്റിബോഡി B ആണ് ഉണ്ടാവുക.
ഇതിന് ആന്റി ബി എന്നോ അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ബി എന്നോ റെപ്രസെന്റ് ചെയ്യാം. ഇനി ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് ബി ആണെങ്കിൽ അയാളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആന്റിബോഡി ഏതായിരിക്കും? കോഴ്സ് ആന്റിബോഡി എ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അതിനെ സ്മോൾ ലെറ്റർ എ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇനി ഒരാളുടെ ബ്ലഡിന്റെ അല്ലെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് ഇസ് എ ബി, അപ്പൊ അയാളുടെ ഉള്ളിൽ ഏതൊക്കെ ആന്റിജൻസ് ഉണ്ടാവും? എ ആന്റിജൻ ഉണ്ടാവും, ബി ആന്റിജൻ ഉണ്ടാവും. അപ്പൊ ഇയാളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ആന്റിബോഡി ഏതായിരിക്കും ഉണ്ടാവുക? എ ആന്റിബോഡി ഉണ്ടായാലും ബി ആന്റിബോഡി ഉണ്ടായാലും പ്രശ്നമല്ലേ? രണ്ടും ഇതിനെ നശിപ്പിക്കൂലേ? അപ്പൊ ഒരിക്കലും ഒന്നും ഉണ്ടാവില്ല, അയാളുടെ ഉള്ളിൽ ഒരു ആന്റിബോഡി ഉണ്ടാവില്ല. ആന്റിബോഡി വിൽ ബി ആബ്സെന്റ് ഇൻ എ ബി ബ്ലഡ്. നേരെ തിരിച്ച് ഒ ബ്ലഡ് ഗ്രൂപ്പുകാരന്റെ ഉള്ളിൽ രണ്ട് ആന്റിബോഡി നമുക്ക് കാണാൻ പറ്റും, ആന്റി എ ആൻഡ് ബി. ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒ ബ്ലഡ് ഗ്രൂപ്പുകാരുടെ ഉള്ളിൽ കാണാനും പറ്റും. ഇനി നമുക്ക് നോക്കേണ്ടത് ഡോണേഴ്സ് ബ്ലഡ് ഗ്രൂപ്പ് ആണ്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റിബോഡി ബി വിൽ ഡെസ്ട്രോയ് ദി ആന്റിജൻ ബി, ആന്റിബോഡി എ വിൽ ഡെസ്ട്രോയ് ദി ആന്റിജൻ എ. ആന്റിജൻ എനെ ഡെസ്ട്രോയ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തിനെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്? RBC നശിപ്പിക്കുന്നതിന് തുല്യമാണ്. ഇനി നമുക്ക് ഈ എ ബ്ലഡ് ഗ്രൂപ്പുകാരന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇയാൾക്ക് ആരുടെ അടുത്തു നിന്നൊക്കെ ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുന്നതാണ് നമുക്ക് നോക്കേണ്ടത്. ഓഫ് കോഴ്സ് എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് ഒരു എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആളുടെ അടുത്ത് നിന്ന് ബ്ലഡ് എടുത്തൂടെ? വിഷയമില്ലല്ലോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് അതിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ അതിനൊരു പിക്ചോറിയൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാം. ഇതൊരു ഹ്യൂമൻ ബീങ് ആണെന്ന് തൽക്കാലം വിചാരിക്കുക നിങ്ങൾ. ഒരാളാണെന്ന് വിചാരിച്ചോളൂ. ഇയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എ ആണ്. എ ബ്ലഡ് ഗ്രൂപ്പ് ആവുന്ന സമയത്ത് അയാളുടെ RBCന്റെ മേലെ ഉണ്ടാവുന്ന ആന്റിജൻ ഏതായിരിക്കും? ഓഫ് കോഴ്സ് ആന്റിജൻ എ തന്നെയായിരിക്കും. ബ്ലഡിൽ ഉണ്ടാവുന്ന ആന്റിബോഡി ഏതായിരിക്കും ഉണ്ടാവുക? ആന്റിബോഡി ബി ആയിരിക്കും ഉണ്ടാവുക. ഞാൻ അതിന് എന്ത് ചെയ്യുന്നു? ബ്ലഡിലെ പ്ലാസ്മയിൽ ആന്റിബോഡി ആയതുകൊണ്ട് തന്നെ RBCന്റെ പുറമെ വരയ്ക്കുന്നു. ഓക്കെ, ഇത്രയും ഓർത്ത് വെക്കുക. ഇനി നമുക്ക് 4 ബ്ലഡ് ഗ്രൂപ്പുകളാണ് മെയിൻ ആയിട്ടുള്ളത്. ബ്ലഡ് ഗ്രൂപ്പ് എ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട് അല്ലെ? എ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, അവിടെ ആന്റിജൻ എ ആയിരിക്കും. എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, അപ്പൊ അവിടെ ആന്റിജൻ എയും ഉണ്ടാവും, ആന്റിജൻ ബിയും ഉണ്ടാവും. അതേപോലെ തന്നെ ഞാൻ ഒന്നും കൂടെ മാറ്റി എഴുതാം. എ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, രണ്ടാമത്തെ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, അപ്പൊ ഏതായിരിക്കും ആന്റിജൻ ഉണ്ടാവുക? ബി ആന്റിജൻ. മൂന്നാമത്തത് എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, അവിടെ ആന്റിജൻ എയും ഉണ്ടാവും, ആന്റിജൻ ബിയും ഉണ്ടാവും. ഇനി ഏറ്റവും അവസാനം ഒ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, അവിടെ ഒരു ആന്റിജനും ഇല്ല. ക്ലിയർ ആണല്ലോ പറഞ്ഞിട്ടുള്ളത്? അപ്പൊ ഇതെല്ലാം RBCന്റെ മേലെ കാണുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഒരു RBCന്റെ മേലെയാണ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സർക്കിൾ കൂടി ഇടുന്നു. ഓക്കെ, അപ്പൊ ഇയാൾക്ക് ബ്ലഡ് ആവശ്യമുണ്ട്, ഈ പേഴ്സണ് ബ്ലഡ് ആവശ്യമുണ്ടെങ്കിൽ ഇയാൾക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കി വെക്കാം. ഞാൻ കുറച്ച് എ ബ്ലഡ് ഗ്രൂപ്പുകാരന്റെ ബ്ലഡ് എന്ത് ചെയ്തിരുന്നു? ഇങ്ങോട്ടേക്ക് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഈ ആന്റിജൻ നശിപ്പിക്കുന്ന ഒരു സാധനം ഇല്ലല്ലോ, ഒരു പ്രശ്നമില്ലാതെ തന്നെ ഈ ബ്ലഡ് എന്ത് ചെയ്യും? ഇവിടെ ഓക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഒരു എ ബ്ലഡ് ഗ്രൂപ്പുകാരന് ബ്ലഡ് ആവശ്യമുണ്ടെങ്കിൽ ആരുടെ അടുത്തുനിന്ന് ബ്ലഡ് എടുക്കാം? മറ്റൊരു എ ബ്ലഡ് ഗ്രൂപ്പുകാരന്റെ അടുത്തുനിന്ന് ബ്ലഡ് എടുക്കുന്നതിന് പ്രശ്നമില്ല, ഞാൻ അത് ടിക്ക് ഇട്ടു. ഇനി വാട്ട് ഹാപ്പൻസ് ഇഫ് ദേ ആർ ടേക്കിംഗ് ബ്ലഡ് ഫ്രം എ ബി ബ്ലഡ് ഗ്രൂപ്പ് പേഴ്സൺ? ഇങ്ങനെ ബി ബ്ലഡ് ഗ്രൂപ്പ് ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ഉള്ളിലുള്ള ആന്റിബോഡി ബി എന്ത് ചെയ്യാൻ തുടങ്ങും? നമ്മൾ ഈ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുള്ള ആന്റിജനെ അല്ലെങ്കിൽ ഈ RBCനെ മൊത്തം നശിപ്പിക്കും. ബി ആന്റിജനെ കംപ്ലീറ്റ് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ RBC നശിക്കാന്നല്ലേ? അപ്പൊ നമ്മൾ ബ്ലഡ് എടുത്തതിന് എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോ എ ബ്ലഡ് ഗ്രൂപ്പുകാരന് ആവശ്യമുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ബി ബ്ലഡ് ഗ്രൂപ്പുകാരൻ്റെ അടുത്ത് നിന്ന് ബ്ലഡ് എടുക്കാൻ പറ്റില്ല. ഇനി മൂന്നാമത്തത് എ ബി വരുവാണെങ്കിൽ അവിടെ എ ആന്റിജൻ ഉണ്ട്, ബി ആന്റിജൻ ഉണ്ട്. ഇയാളുടെ ഉള്ളിലാണെങ്കിൽ ബി ആന്റിബോഡി ഉണ്ട്. ദിസ് ആന്റിബോഡി വിൽ റിയാക്ട് വിത്ത് ദിസ് ആന്റിജൻ ബി. അപ്പൊ എന്നാലും ഇതിനെ നശിപ്പിക്കൂലേ? അപ്പൊ ഒരിക്കലും എ ബ്ലഡ് ഗ്രൂപ്പുകാരന് ബ്ലഡ് ആവശ്യമുണ്ടെങ്കിൽ എ ബി ബ്ലഡ് ഗ്രൂപ്പിന്റെ അടുത്തൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എടുക്കാൻ പറ്റില്ല. വാട്ട് അബൌട്ട് ഒ ബ്ലഡ് ഗ്രൂപ്പ് വരുവാണെങ്കിൽ ദർ ഇസ് നോ ആന്റിജൻ. ഒരു ആന്റിജനും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ആന്റിബോഡിക്ക് നശിപ്പിക്കാൻ എന്തെങ്കിലും സാധനം ഇവിടെ ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യില്ല, ഒ ബ്ലഡ് ഗ്രൂപ്പുകാരന്റെ ബ്ലഡ് സെയിം. നമുക്കപ്പോ എ ബ്ലഡ് ഗ്രൂപ്പുകാരന്റെ ബ്ലഡ് ആവശ്യമുണ്ടെങ്കിൽ മറ്റൊരു എ ബ്ലഡ് ഗ്രൂപ്പുകാരന്റെ അടുത്ത് നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ഒ ബ്ലഡ് ഗ്രൂപ്പുകാരന്റെ അടുത്ത് നിന്നോ ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും. സിമിലർ ആയിട്ട് ബി ബ്ലഡ് ഗ്രൂപ്പുകാരന് ആവശ്യമുണ്ടെങ്കിൽ മറ്റൊരു ബി ബ്ലഡ് ഗ്രൂപ്പുകാരന്റെ അടുത്തുനിന്നോ ഒ ബ്ലഡ് ഗ്രൂപ്പുകാരന്റെ അടുത്തുനിന്നോ എടുക്കാം. ഇനി വാട്ട് അബൌട്ട് എ ബി ബ്ലഡ് ഗ്രൂപ്പ്? നമുക്ക് ഇതേപോലെ ഒന്ന് എ ബി ബ്ലഡ് ഗ്രൂപ്പ് വരച്ചു വെക്കാം അല്ലെ? എ ബി ബ്ലഡ് ഗ്രൂപ്പ് വരയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി ബ്ലഡ് ഗ്രൂപ്പില് RBCന്റെ മേലെ കാണുന്ന ആന്റിജൻ എന്ന് പറയുന്നത് എയും ഉണ്ട്, ബിയും ഉണ്ട്. എ ആന്റിജനും ഉണ്ട്, ബി ആന്റിജനും ഉണ്ട് അല്ലെ? ബ്ലഡിൽ ഏതെങ്കിലും ആന്റിബോഡി ഉണ്ടോ?
ആന്റിബോഡീസ് ഒന്നും തന്നെയില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും ഇതുപോലെ ട്രാൻസ്ഫ്യൂസ് ചെയ്ത് നോക്കാം, എന്താ സംഭവിക്കുന്നത് നോക്കാം. ഞാൻ കുറച്ച് എ ബ്ലഡ് ഗ്രൂപ്പ് എടുത്ത് ഇയാൾക്ക് ഡൊണേറ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു ആന്റിബോഡി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ആർ ബി സി നശിപ്പിക്കുമോ? ഇറ്റ് ഇസ് സേഫ് അല്ലേ? അപ്പൊ അത് സേഫ് ആണ്. അപ്പൊ എ ബ്ലഡ് ഗ്രൂപ്പ് എടുത്തുനിന്ന് ഇയാൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും, മീൻസ് സ്വീകരിക്കാം. ബി ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിലോ ഒരു ആന്റിബോഡിയും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രശ്നവുമില്ല, ഇത് നശിപ്പിക്കാൻ ആളില്ല, അപ്പൊ ബി എടുക്കാം. എ ബി ബ്ലഡ് ഗ്രൂപ്പിന്റെ അടുത്ത് നിന്ന് എടുക്കാൻ പറ്റുമോ? ഓഫ് കോഴ്സ്, അത് എപ്പോഴും സേഫ് ആണ് അല്ലെ? അപ്പൊ എ ബി എടുക്കാം. ഓ ബ്ലഡ് ഗ്രൂപ്പ് അടുത്ത് നിന്ന് എടുക്കാൻ പറ്റുമോ? അവിടെ ഒരു ആന്റിജനും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവുമില്ല, ഓ ബ്ലഡ് ഗ്രൂപ്പുകാരുടെ അടുത്ത് നിന്ന് ഇയാൾക്ക് ബ്ലഡ് എടുക്കാം. അപ്പൊ ഒരു എ ബി ബ്ലഡ് ഗ്രൂപ്പുകാരന് ആവശ്യമുണ്ടെങ്കിൽ എന്റെ അടുത്തുനിന്ന് വാങ്ങിക്കാം, ബിന്റെ അടുത്തുനിന്ന് വാങ്ങിക്കാം, എ ബിന്റെ അടുത്തുനിന്ന് വാങ്ങിക്കാം, ഓന്റെ അടുത്തുനിന്ന് വാങ്ങിക്കാം. സിമിലർലി ഓ ബ്ലഡ് ഗ്രൂപ്പുകാരന്റെ അടുത്ത് ആണെങ്കിൽ അയാളുടെ ഉള്ളിൽ 2 ആന്റിബോഡീസ് ഉണ്ട്. ഏത് ബ്ലഡ് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാലും, ആന്റിജൻ ഉള്ള ഏത് ബ്ലഡ് കയറി കഴിഞ്ഞാലും പ്രശ്നമാണ്. അതിപ്പോ എ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ഈ ആന്റി എ ഇതിനെ നശിപ്പിക്കും, ബി ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ആന്റി ബി നശിപ്പിക്കും, എ ബി ആണെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർന്ന് മൊത്തത്തിൽ നശിപ്പിക്കും. അപ്പൊ ഇയാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആരുടെ അടുത്തുനിന്ന് മാത്രമേ ബ്ലഡ് എടുക്കാൻ പറ്റുള്ളൂ? മറ്റൊരു ഓ ബ്ലഡ് ഗ്രൂപ്പുകാരുടെ അടുത്തുനിന്ന് മാത്രമേ ബ്ലഡ് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എ ബി ബ്ലഡ് ഗ്രൂപ്പുകാരെ നമ്മൾ വിളിക്കുന്നത് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നാണ്. അവർക്ക് ആരുടെ അടുത്തുനിന്ന് വേണമെങ്കിൽ ബ്ലഡ് എടുക്കാൻ പറ്റും. ദേ ആർ കോൾഡ് ആസ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ്. ദാറ്റ് ഈസ് എ ബി ബ്ലഡ് ഗ്രൂപ്പ്. അപ്പൊ ഓ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ആർക്ക് വേണമെങ്കിലും ഡൊണേറ്റ് ചെയ്യാലോ. അപ്പൊ ഓ ബ്ലഡ് ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്നത് യൂണിവേഴ്സൽ ഡോണർ എന്നാണ്. യൂണിവേഴ്സൽ ഡോണർ, ഓ ബ്ലഡ് ഗ്രൂപ്പ്, ഇത് രണ്ടും ഓർത്ത് വെക്കണം. അപ്പൊ ബ്ലഡ് ഗ്രൂപ്പിംഗിന്റെ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിംഗ് ഇങ്ങനെയാണ്. പക്ഷെ നമ്മൾ പൊതുവെ ബ്ലഡ് ഗ്രൂപ്പ്സ് പറയുമ്പോൾ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഇതൊക്കെ ചേർത്ത് പറയാറുണ്ടല്ലോ. ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ പറയുന്നത് ആർ എച്ച് ഗ്രൂപ്പിംഗ് ആണ്. എ ബി ആന്റിജനെ പോലെ തന്നെ ചില ആളുകൾ, ഇപ്പൊ ഏതാണ്ട് ഒരു 80% ആളുകളുടെ ഉള്ളിലും കാണുന്ന മറ്റൊരു ആന്റിജൻ ആണ് ആർ എച്ച് ആന്റിജൻ അല്ലെങ്കിൽ ആന്റിജൻ ബി. ആർ എച്ച് ആന്റിജൻ എന്തിനാ ഞാൻ ഈ കൊരകന്റെ അവിടെ കൊടുത്തിരിക്കുന്നത്? ഇത് റീസസ് മങ്കിയാണ്. റീസസ് മങ്കീന്റെ ഉള്ളിലും ഇതുപോലെ ഒരു ആന്റിജൻ കാണാം. ആ ആന്റിജനോട് സിമിലാരിറ്റി ഉള്ള ആന്റിജൻ ആണ് ഈ ആർ എച്ച് ആന്റിജൻ എന്ന് പറയുന്നത്. ഹെൻസ് കെയിം ദി നെയിം ആർ എച്ച്. ഈ മങ്കീന്റെ പേരെന്ന് പറയുന്നത് റീസസ് മങ്കി എന്നാണ്. അപ്പൊ അതിനോടൊരു സിമിലാരിറ്റി തോന്നുകൊണ്ടാണ് ഇതിനെ ആർ എച്ച് ആന്റിജൻ എന്ന് വിളിക്കുന്നത്. ആർ എച്ച് ആന്റിജൻ പ്രസന്റ് ആണോ ആബ്സെന്റ് ആണോ എന്നുള്ളതിന് ബേസ് ചെയ്തിട്ടാണ് ആർ എച്ച് ഗ്രൂപ്പിംഗ് ചെയ്യുക. ആർ എച്ച് ആന്റിജൻ പ്രസന്റ് ആണെങ്കിൽ നമ്മൾ അതിനെ ആർ എച്ച് പോസിറ്റീവ് എന്നും, ആബ്സെന്റ് ആണെങ്കിൽ ആർ എച്ച് നെഗറ്റീവ് എന്നും വിളിക്കും. ഇത് നമ്മുടെ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിനോട് ചേർത്തിട്ടാണ് പറയാം. അതായത് ഒരാളുടെ ഉള്ളിൽ ബി പോസിറ്റീവ് ആണ് അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് എങ്കിൽ അയാളുടെ ഉള്ളിൽ ഏതൊക്കെ ആന്റിജൻസ് നമുക്ക് കാണാൻ പറ്റും? ബി ആന്റിജനും കാണാൻ പറ്റും, ആർ എച്ച് ആന്റിജനും കാണാൻ പറ്റും. ഇഫ് എ പേഴ്സൺ ഈസ് എ ബി നെഗറ്റീവ്, ഇയാളുടെ ഉള്ളിൽ എന്തൊക്കെ ആന്റിജൻ ഉണ്ടാവും? എ ആന്റിജൻ ഉണ്ടാവും, ബി ആന്റിജൻ ഉണ്ടാവും, ആർ എച്ച് ആന്റിജൻ ഉണ്ടാവോ? ഇല്ല. ആർ എച്ച് ആന്റിജൻ ഇല്ലാത്തത് കൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്? നെഗറ്റീവ് എന്ന പേര് വന്നിട്ടുള്ളത്. ക്ലിയർ ആണോ പറഞ്ഞിട്ടുള്ളത്? ഇനി ഈ ആന്റിജനെതിരെയായിട്ടുള്ള നാച്ചുറൽ ആന്റിബോഡീസ് എന്ത് ചെയ്യുന്നില്ല, താനെ കാണുന്നില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്ന സമയത്തും ഈ ആർ എച്ച് ആന്റിജനും കൂടെ നോക്കിയിട്ടേ നമുക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു ആന്റിജൻ അല്ലേ, നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ, ഇതില്ലാത്ത ഒരാളുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാക്കും? ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കും. അപ്പോ ഒരാൾ ആർ എച്ച് നെഗറ്റീവ് ആണെന്ന് വിചാരിക്കാം, ഇതൊരു പേഴ്സൺ ആണെന്ന് വിചാരിച്ചോളൂ. ഇയാള് ആർ എച്ച് നെഗറ്റീവ് ആണ്. ഇയാളുടെ ഉള്ളിലേക്ക് കുറച്ച് ആർ എച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ബ്ലഡ് വരികയാണെന്ന് വിചാരിച്ചു. ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ബോഡി എന്തുണ്ടാക്കാൻ തുടങ്ങും? ആന്റിബോഡീസ് ഉണ്ടാക്കാൻ തുടങ്ങും. ഈ ആർ എച്ച് ആന്റിജനെതിരെയുള്ള ആന്റിബോഡീസ് ഉണ്ടാക്കും. ആ ആന്റിബോഡീസ് പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കുകയും ചെയ്യും. ക്ലിയർ ആണോ പറഞ്ഞിട്ടുള്ളത്? അപ്പൊ ആർ എച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളുടെ ബ്ലഡ്, അപ്പൊ അത് ഓർത്ത് വെക്കണം, when an RH negative blood is exposed to RH positive blood group, which they form specific antibodies against RH. ഈ ആന്റിബോഡീസ് എന്ത് ചെയ്യും? ആർ എച്ച് ആന്റിജനെ നശിപ്പിക്കുകയും ചെയ്യും.
അപ്പൊ ഇത് ഓർത്ത് വെക്കുക. RH നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളുടെ ഉള്ളിലേക്ക് RH പോസിറ്റീവ് ബ്ലഡ് കയറിയാൽ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. നേരെ തിരിച്ച് പ്രശ്നമില്ല. RH പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളുടെ ഉള്ളിലേക്ക് RH നെഗറ്റീവ് ബ്ലഡ് കയറി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. കാരണം അവിടെ ആന്റിജൻ ഇല്ല. വിൽ നോട്ട് ബി എനി ഇമ്മ്യൂൺ റിയാക്ഷൻ. അപ്പൊ അത് ഓർത്ത് വെക്കുക. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് RH മിസ്മാച്ച് ആണ്. ഇപ്പൊ ഇത് എറിത്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBC ആണ്. ഫീറ്റാലിസ് ഫീറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുമാണ്. അപ്പോ ഇതൊരു പ്രഗ്നന്റ് ലേഡി ആണെന്ന് വിചാരിക്കുക നിങ്ങള്. ഇതിൽ അവരുടെ യൂട്രസ് പ്രഗ്നന്റ് ലേഡിനെയാണ് ഞാൻ വരയ്ക്കുന്നത് വിചാരിക്കുക. ഇത് അവരുടെ യൂട്രസ് ആണ്. ഈ യൂട്രസിനുള്ളിലാണ് കുഞ്ഞുങ്ങൾ വളരുക, അല്ലെ? ഞാൻ ആ കുട്ടീനെ ഇങ്ങനെ വരയ്ക്കുന്നു. കുട്ടിയാണെന്ന് വിചാരിക്കാം. അമ്മയും കുട്ടിയും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് അംബിലിക്കൽ കോഡ് അല്ലെങ്കിൽ പൊക്കിൾ കൊടി വഴിയുള്ള കണക്ഷൻ ആണ്. ഇതുവഴിയാണ് അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് ന്യൂട്രിയൻസ് ഒക്കെ എത്തുന്നത്, അല്ലെ? ഇപ്പൊ നമ്മൾ ഓർത്ത് വെക്കുക, അമ്മ എന്ന് പറയുന്നത് RH നെഗറ്റീവ് ആണ്. ഈ ഉണ്ടാവുന്ന കുട്ടി RH പോസിറ്റീവ് ആണെന്ന് വിചാരിക്കാം. നോർമലി പ്രഗ്നൻസിയുടെ ടൈമിൽ ഒന്നും എന്ത് ചെയ്യുന്നില്ല, അമ്മയുടെ ബ്ലഡ് കുട്ടിയായിട്ട് അല്ലെ കുട്ടീന്റെ ബ്ലഡ് അമ്മയുടെ അടുത്തേക്ക് ഒന്നും എന്ത് ചെയ്യുന്നില്ല, മിക്സ് ചെയ്യുന്നില്ല. പക്ഷേ ഡെലിവറിയുടെ സമയത്ത് കുട്ടി പുറമേക്ക് വരുന്ന സമയത്ത് ഈ RH പോസിറ്റീവ് ആയിട്ടുള്ള കുട്ടി ഈ യൂട്രസിൽ നിന്ന് പുറമേക്ക് വരുന്ന സമയത്ത് ഈ കുട്ടീന്റെ കുറച്ച് ബ്ലഡ്, കുട്ടിയുടെ RH പോസിറ്റീവ് ബ്ലഡ്, ഞാൻ എന്ത് ചെയ്യുന്നു, കളർ മാറ്റി എഴുതുന്നു. RH പോസിറ്റീവ് ബ്ലഡ് എന്ത് ചെയ്യും, അമ്മയുടെ ബ്ലഡിലേക്ക് കുറച്ച് മിക്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഫസ്റ്റ് ഡെലിവറിയുടെ സമയത്ത് അമ്മ RH നെഗറ്റീവ് ആണ്, ഉണ്ടാവുന്ന കുട്ടി RH പോസിറ്റീവ് ആണെങ്കിൽ ഈ പ്രസവത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ ഡെലിവറിയുടെ സമയത്ത് കുട്ടിയുടെ കുറച്ച് RH പോസിറ്റീവ് ബ്ലഡ് എങ്ങോട്ടേക്ക് വരും, അമ്മയുടെ ബോഡിയിലേക്ക് മിക്സ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ മിക്സ് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും, നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ അമ്മ എന്തുണ്ടാക്കാൻ തുടങ്ങും, ആന്റിബോഡീസ്, RH ആന്റിജൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള RH ആന്റിബോഡീസ് ഉണ്ടാക്കാൻ തുടങ്ങും. ഈ ആന്റിബോഡീസ് ഉണ്ടാക്കിയിട്ട് അമ്മ എന്ത് ചെയ്യും, വന്നിട്ടുള്ള RH ആന്റിജനെ നശിപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ആന്റിബോഡീസ് അമ്മ സൂക്ഷിച്ചു വെക്കും. ഓക്കെ, അമ്മേന്റെ ബോഡിയിൽ എന്ത് ചെയ്യും, സൂക്ഷിച്ചു വെക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ പ്രസവത്തിന് ശേഷം അമ്മ RH ആന്റിബോഡീസ് ഉണ്ടാക്കി, അത് ഞാൻ ഇങ്ങനെ എഴുതി വെക്കുന്നു. ഈ അമ്മ എന്ത് ചെയ്യുന്നു, രണ്ടാമതും എന്ത് ചെയ്യുന്നു, ഒരു കുട്ടീനെ ക്യാരി ചെയ്യുന്നു. ആ രണ്ടാമത്തെ കുട്ടിയും RH പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. ഇങ്ങനെ RH പോസിറ്റീവ് ആണെങ്കിൽ പ്രസവത്തിന് അല്ലെങ്കിൽ ഡെലിവറി, ഈ പറഞ്ഞ പ്രഗ്നൻസി ടൈമിൽ എന്ത് ചെയ്യും, ഡെലിവറിയുടെ സമയത്തല്ല പ്രഗ്നൻസിയുടെ സമയത്ത് തന്നെ ഈ RH ആന്റിബോഡീസ് അമ്മയിൽ നിന്ന് പതുക്കെ ലീക്ക് ചെയ്ത് കുട്ടിയുടെ ഉള്ളിലേക്ക് എത്തും. ആന്റിബോഡീസ് കുട്ടിയുടെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം, കുട്ടി RH പോസിറ്റീവ് ആണെങ്കിൽ ഈ RH ആന്റിബോഡീസ് എന്ത് ചെയ്യും, കുട്ടിയുടെ RBCനെ കംപ്ലീറ്റ് നശിപ്പിക്കും. കുട്ടിക്ക് എന്തൊക്കെ ഉണ്ടാവാൻ തുടങ്ങും, അവിടെ ജോണ്ടിസ് ഉണ്ടാവും. RBC നശിക്കുന്നതുകൊണ്ട് തന്നെ അനീമിയ ഉണ്ടാവും. ഇനി നോക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ കുട്ടി ഡെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങും, കുട്ടിക്ക് വരാൻ തുടങ്ങും. ഈ ഒരു അവസ്ഥേനെയാണ് നമ്മൾ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് വിളിക്കുന്നത്. അമ്മ RH നെഗറ്റീവും കുട്ടി RH പോസിറ്റീവും ആണെങ്കിൽ ആദ്യത്തെ ഡെലിവറിയുടെ സമയത്ത് കുട്ടിയുടെ കുറച്ച് RH പോസിറ്റീവ് ബ്ലഡ് എങ്ങോട്ടേക്ക് വരും, അമ്മയുടെ ബ്ലഡിലേക്ക് മിക്സ് ആവും. മദർ വിൽ സ്റ്റാർട്ട് പ്രൊഡ്യൂസിങ് RH ആന്റിബോഡീസ്. ആദ്യത്തെ ഡെലിവറിക്ക് പ്രശ്നമൊന്നുമില്ല. ആൻഡ് ഇൻ ഹെർ സബ്സീക്വന്റ് പ്രഗ്നൻസീസ്, രണ്ടാമത്തെ പ്രഗ്നൻസി ഉണ്ടാവുമ്പോൾ ഈ RH ആന്റിബോഡീസ് എന്ത് ചെയ്യും, ഇറ്റ് ക്യാൻ ലീക്ക് ഫ്രം മദർ ടു ദി ഫീറ്റസ്. ഫീറ്റസിനുള്ളിലേക്ക് ഈ പറഞ്ഞ ആന്റിബോഡീസ് ലീക്ക് ചെയ്യും. If the child is RH positive, these RH antibodies will destroy all the RBCs of the fetus. ഫീറ്റസിന്റെ കംപ്ലീറ്റ് RBC നശിപ്പിക്കും. കുട്ടിക്ക് എന്തുണ്ടാവാൻ തുടങ്ങും, ജോണ്ടിസ് വരാൻ തുടങ്ങും, അനീമിയ, വിളർച്ച ഉണ്ടാവാൻ തുടങ്ങും. ദിസ് കണ്ടീഷൻ ഇസ് നോൺ ആസ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. പക്ഷേ ഇങ്ങനെ ഇപ്പൊ എല്ലാ പ്രശ്നവും, ഈ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കണ്ടേ? ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും, RH നെഗറ്റീവ് ആയിട്ടുള്ള മദർ ആണ്, അവരുടെ ഫസ്റ്റ് ഡെലിവറിയിലുള്ള കുട്ടി RH പോസിറ്റീവ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെലിവറി എന്ത് ഇഞ്ചക്ട് ചെയ്യാൻ തുടങ്ങും, ഈ RH ആന്റിബോഡീസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എന്താണ് പ്രോട്ടീൻസ് നമ്മൾ ഇഞ്ചക്ട് ചെയ്യാൻ തുടങ്ങും. അതിനെ നമ്മൾ എന്താ വിളിക്കുക, ആന്റി RH ആന്റിബോഡീസ് എന്ന് വിളിക്കാം. ആന്റി RH ആന്റിബോഡീസ് എന്ത് ചെയ്യും, ഈ മദറിന്റെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ എന്ത് സംഭവിക്കും, ഈ ആന്റിബോഡീസിന്റെ ഫോർമേഷൻ നടക്കില്ല, അല്ലെങ്കിൽ ഉണ്ടായ ആന്റിബോഡീസ് ഡെസ്ട്രോയിഡ് ആവും. അപ്പൊ രണ്ടാമത്തെ കുട്ടി ഉണ്ടായി കഴിഞ്ഞാലും എന്ത് പ്രശ്നം വരില്ല, ഈ ഒരു എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് വരില്ല. ഇതാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.
ഇനി നമുക്ക് നോക്കാനുള്ളത് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുകയായിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ബ്ലഡ് ക്ലോട്ടിംഗ് ആണ്. എങ്ങനെയാണ് കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് അല്ലെങ്കിൽ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് നടക്കുന്നത് നോക്കണം. വളരെ സിമ്പിൾ ആണ്. എവിടെയെങ്കിലും ഒരു ടിഷ്യൂ ഡാമേജോ മുറിവോ ഉണ്ടാകുന്ന സമയത്ത് അവിടെയുള്ള പ്ലേറ്റ്ലെറ്റ്സ് ഇത് എന്ത് ചെയ്യാൻ തുടങ്ങും, അവരിത് സെൻസിറ്റൈസ് അല്ലെങ്കിൽ സെൻസ് ചെയ്യാൻ തുടങ്ങും. പ്ലേറ്റ്ലെറ്റ്സ് എന്ത് ചെയ്യും, ഈ ടിഷ്യൂ ഡാമേജ് ഉണ്ടാവുന്ന വഴി അവർ സ്റ്റിമുലേറ്റഡ് ആവും, അവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. ഈ പ്ലേറ്റ്ലെറ്റ്സ് സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യാൻ തുടങ്ങും, ദേ വിൽ സ്റ്റാർട്ട് സെക്രീറ്റ് സർട്ടൈൻ ഫാക്ടേഴ്സ്. അവരെന്ത് ചെയ്യാൻ തുടങ്ങും, ചില ഫാക്ടേഴ്സ് സെക്രീറ്റ് ചെയ്യാൻ തുടങ്ങും. ആ ഫാക്ടേഴ്സ് സെക്രീറ്റ് ചെയ്യുന്ന വഴി ഏത് എൻസൈം ഫോം ചെയ്യും, ത്രോംബോകൈനേസ് അല്ലെങ്കിൽ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന എൻസൈം ഫോം ചെയ്യും. ഈ എൻസൈം കാൽഷ്യം അയോണുകളുടെ ഹെൽപ്പോട് കൂടെ പ്രോത്രോംബിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ എന്താക്കിയിട്ട് മാറ്റും, ത്രോംബിൻ എന്ന് പറയുന്ന എൻസൈം ഫോമിലേക്ക് മാറ്റും. പ്രോത്രോംബിൻ എന്താക്കിയിട്ട് മാറ്റും, ത്രോംബിൻ എന്ന് പറയുന്ന ഫോമിലേക്ക് ആക്കിയിട്ട് മാറ്റും. ഈ ത്രോംബിൻ ആവട്ടെ എന്ത് ചെയ്യും, ഫൈബ്രിനോജൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനിനെ ഫൈബ്രിൻ എന്ന് പറയുന്ന നാര് പോലെയുള്ള പ്രോട്ടീൻ ആക്കിയിട്ട് മാറ്റും. അപ്പൊ ഈ ഭാഗത്താണ്, ഇതാണ് ഇപ്പൊ ഒരു ബോഡി എന്ന് വിചാരിക്കുക. ഈ ബോഡിയിൽ ഇതാ ഇത്രയും വരുന്ന ഭാഗത്ത് ഒരു മുറിവ് വന്നു. ഈ മുറിവ് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അവിടെ ഓഫ് കോഴ്സ് അവിടെ ബ്ലഡ് ഇതുപോലെ ലീക്ക് ആവാൻ തുടങ്ങും. ലീക്ക് ആവുന്ന സമയത്ത് അവിടെയുള്ള പ്ലേറ്റ്ലെറ്റ്സ് ഇത് സ്റ്റിമുലേറ്റ് ചെയ്യും, അല്ലെ മനസ്സിലാക്കാൻ തുടങ്ങും. പ്ലേറ്റ്ലെറ്റ്സ് സ്റ്റിമുലേറ്റഡ് ആവും, അവർ ത്രോംബോകൈനേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ടാക്കും. ത്രോംബോകൈനേസ് എന്ത് ചെയ്യും, കാൽഷ്യത്തിന്റെ ഹെൽപ്പോടുകൂടെ പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റും. ത്രോംബിൻ എന്ത് ചെയ്യും, ഫൈബ്രിനോജനെ ഫൈബ്രിൻ എന്ന് പറയുന്ന നാര് പോലെയുള്ള പ്രോട്ടീൻ ആക്കി മാറ്റും. ഈ ഫൈബ്രിൻ എന്ത് ചെയ്യും, ഈ മുറിവ് പറ്റിയ ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ തുടങ്ങും, വല പോലെ ഫോം ചെയ്യാൻ തുടങ്ങും. ഫൈബ്രിൻ ഫോംസ് നെറ്റ്വർക്ക് ഓഫ് ത്രെഡ്സ്. ഈ നെറ്റ്വർക്കിനുള്ളിൽ എന്ത് ട്രാപ്ഡ് ആവാൻ തുടങ്ങും, നമ്മുടെ RBCs WBCs ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, പ്ലേറ്റ്ലെറ്റ്സ് ഇതൊക്കെ ട്രാപ്ഡ് ആവാൻ തുടങ്ങും. ട്രാപ്പ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും, ഇതുപോലെ ഒരു ബ്ലഡ് ക്ലോട്ട് അല്ലെങ്കിൽ കൊയാഗുലം ഫോം ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയാണ് ബ്ലഡ് ക്ലോട്ടിംഗ് അല്ലെങ്കിൽ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് നടക്കുന്നത്. ക്ലിയർ ആണോ? നമ്മുടെയൊക്കെ ബോഡിയിൽ നമ്മളൊരു ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ് കാണിക്കുന്നത്. അപ്പൊ ബ്ലഡ് വെസൽസിലൂടെ മാത്രമേ ഫ്ലോ ചെയ്യുന്നുള്ളൂ, വേറെ ഒരു വഴിക്കും എന്ത് ചെയ്യുന്നില്ല, ഫ്ലോ ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ ഓരോ സെല്ലുകൾക്കും വേണ്ട ന്യൂട്രിയൻസ് എങ്ങനെ കിട്ടുന്നു, അത് ടിഷ്യൂ ഫ്ലൂയിഡിലൂടെയാണ്. ബ്ലഡ് ഇതുപോലെ ആർട്ടറീസിലൂടെ ഫ്ലോ ചെയ്യും. ആർട്ടറീസ് പതുക്കെ ചെറിയ കാപ്പിലറീസ് ആയിട്ട് ഫോം ചെയ്യും. കാപ്പിലറീസ് ഓരോ ടിഷ്യൂസിന്റെ അടുത്ത് കൂടി പോകും. ഈ കാപ്പിലറീസ് വീണ്ടും ജോയിൻ ചെയ്ത് വെയിനാണ്. കാപ്പിലറീസിന്റെ വോളിന്റെ മേലിൽ മൈന്യൂട്ട് ആയിട്ടുള്ള പോർസ് ഉണ്ട്, ചെറിയ ചെറിയ ഓട്ടകളുണ്ട്. ബ്ലഡ് വളരെ ഹൈ പ്രഷറിൽ എന്ത് ചെയ്യും, ആർട്ടറീസിൽ നിന്ന് ചെറിയ കാപ്പിലറീസിലേക്ക് പോകുമ്പോൾ തന്നെ ബ്ലഡിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് പാർട്ട് പതുക്കെ, ബ്ലഡ് സെൽസ് വരില്ല, വളരെ നേരത്തെ ഫ്ലൂയിഡ് പാർട്ടും ന്യൂട്രിയൻസും ഒക്കെ എന്ത് ചെയ്യും, ഈ ഫോഴ്സിനുള്ളിൽ കൂടെ ഊസ് ഔട്ട് ചെയ്ത് സെല്ലുകളുടെ ഇടയിലുള്ള സ്പേസ് ആയിട്ടുള്ള ഇന്റർ സെല്ലുലാർ സ്പേസിലേക്ക് വരാൻ തുടങ്ങും. ഈ സെല്ലിലേക്ക് ബ്ലഡിൽ നിന്ന് ഊർന്നിറങ്ങി വന്നിട്ട് ഈ ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് വിളിക്കുക. ഈ ടിഷ്യൂ ഫ്ലൂയിഡിൽ ബ്ലഡ് സെൽസും ബ്ലഡിലെ വലിയ പ്രോട്ടീൻസ് ഒഴിച്ച് ചെറിയ പ്രോട്ടീൻസ് ഉണ്ടാവും, മിനറൽസ് ഉണ്ടാവും, അതേപോലെ തന്നെ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ് പോലുള്ള ന്യൂട്രിയൻസ് ഉണ്ടാവും, റെസ്പിറേറ്ററി ഗ്യാസുകൾ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോ സെല്ലുകൾക്ക് ആവശ്യമുള്ളത് എന്ത് ചെയ്യാം, വലിച്ചെടുക്കാം. സെല്ലുകൾക്ക് ആവശ്യമില്ലാത്ത വേസ്റ്റ് മെറ്റീരിയൽസ് തിരിച്ച് ഈ പറഞ്ഞ ടിഷ്യൂ ഫ്ലൂയിഡിലേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യും. ഈ ടിഷ്യൂ ഫ്ലൂയിഡ് നേരിട്ട് തിരിച്ച് പിന്നീട് കാപ്പിലറീസിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് പകരം ഇത് ഓരോ ടിഷ്യൂവിന്റെ ഇടയിൽ കൂടി നമുക്ക് ലിംഫ് ഡക്റ്റുകൾ കാണാൻ പറ്റും. ഓരോ ടിഷ്യൂസിന്റെ ഇടയിലൂടെ ലിംഫിന്റെ ഡക്റ്റുകൾ പോകുന്നുണ്ടാവും. ആ ലിംഫ് ഡക്റ്റുകളുടെ ഉള്ളിലേക്കാണ് ടിഷ്യൂ ഫ്ലൂയിഡ് പിന്നെ എൻ്റർ ചെയ്യുന്നത്. ടിഷ്യൂ ഫ്ലൂയിഡ് ലിംഫ് ഡക്റ്റുകളിൽ കയറി കഴിയുന്നെങ്കിൽ ആ ലിംഫ് ഡക്റ്റുകൾ എല്ലാം കൂടെ കളക്ട് ചെയ്ത് വലിയ ഡക്റ്റുകൾ ഫോം ചെയ്യും. അതെല്ലാം കൂടെ പിന്നീട് എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു മെയിൻ ആയിട്ടുള്ള വെയിനുള്ളിലേക്ക് ഓപ്പൺ ചെയ്യുക, ബ്ലഡ് വഴി പിന്നീട് മിക്സ് ചെയ്യും. അത് വീണ്ടും ഹാർട്ടിലെത്തും. ഹാർട്ടിൽ നിന്ന് ആർട്ടറീസ് വഴി വീണ്ടും ഇതുപോലെ കാപ്പിലറീസ് ഫോം ചെയ്യും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഇങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് സെല്ലിനടുത്തേക്ക് എത്തുന്നത്. ഈ പറയുന്ന ടിഷ്യൂ ഫ്ലൂയിഡ് ലിംഫ് ഡക്റ്റിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ ടിഷ്യൂ ഫ്ലൂയിഡ് എന്നല്ല വിളിക്കുക. ടിഷ്യൂ ഫ്ലൂയിഡ് പ്രസന്റ് ഇൻ ലിംഫ് ഡക്ട്സ് ആർ കോൾഡ് ലിംഫ്. ലിംഫ് ഡക്റ്റിനുള്ളിൽ കാണുന്ന ടിഷ്യൂ ഫ്ലൂയിഡിനെയാണ് നമ്മൾ ലിംഫ് എന്ന് വിളിക്കുക. അപ്പോ ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്?
ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ബ്ലഡിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് പാർട്ട് അല്ലെങ്കിൽ ദി ഫ്ലൂയിഡ് പാർട്ട് oozed out from capillaries. കാപ്പിലറീസിൽ നിന്ന് ഊസ് ഔട്ട് ചെയ്തിട്ടുള്ള ഫ്ലൂയിഡ് പാർട്ട് ആണ് എങ്ങോട്ടേക്ക് ഇൻടു ഇന്റർ സെല്ലുലാർ സ്പേസ്. ഓക്കെ, ഈ പറയുന്ന ടിഷ്യൂ ഫ്ലൂയിഡ് എന്ത് ചെയ്യും? ലിംഫാറ്റിക് സിസ്റ്റത്തിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അതിനെ ലിംഫ് എന്നാണ് വിളിക്കുക. അപ്പൊ ലിംഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലിംഫ് ഈസ് ദി ഫ്ലൂയിഡ് present in lymphatic system. ഓക്കെ, ലിംഫിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിംഫ് കളർലെസ് ആണ്. ഇതിനുള്ളിൽ കാണുന്ന ഏറ്റവും മേജർ ആയിട്ടുള്ള WBC, ഇപ്പൊ ബ്ലഡിലാണെങ്കിൽ ന്യൂട്രോഫിൽസ് ആണ്. നേരെ തിരിച്ച് ലിംഫിലാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന WBC എന്ന് പറയുന്നത് എന്താണ്? ലിംഫോസൈറ്റുകളാണ്. അപ്പൊ ലിംഫോസൈറ്റുകളുടെ അളവ് എന്ന് പറയുന്നത് ലിംഫിൽ ഏറ്റവും കൂടുതലായിരിക്കും. ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് കളേർഡ് ആണ്. അതിൻ്റെ അകത്ത് കാണുന്ന WBC എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്രോഫിലായിരിക്കും ഏറ്റവും അബണ്ടന്റ് ആയിട്ട് കാണാം. ഇനി ഈ പറയുന്ന ലിംഫിന്റെ മേജർ ജോലി എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസിനകത്ത് മെയിൻ ആയിട്ടും വരുന്നത് ഫാറ്റിന്റെ ട്രാൻസ്പോർട്ടിനാണ് ഈ പറയുന്ന ലിംഫ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഹോർമോൺസ്, ഓരോ സെല്ലുകളുടെ ഇടയിൽ നിന്ന് എടുത്ത് ഹോർമോൺസിനെ എല്ലാ ഭാഗത്തേക്കും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതൊക്കെ ആരാണ്? ഈ പറയുന്ന ലിംഫാണ്. അപ്പൊ ഈ ഒരു പോർഷനകത്ത് നമ്മൾ നോക്കിയിട്ടുള്ളത് ബ്ലഡിന്റെ ബ്ലഡ് ഗ്രൂപ്പിംഗ് എങ്ങനെയാണ്, ബ്ലഡ് ക്ലോട്ടിംഗ് എങ്ങനെയാണ്, അതിൽ തന്നെ എറിത്രോബ്ലാസ്റ്റോസിസ് പീറ്റാലിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ പറഞ്ഞു. അതിനെങ്ങനെ കറക്റ്റ് ചെയ്യാം, anti-RH ആന്റിബോഡീസ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്ന വഴി നമുക്ക് അത് കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ ഫ്ലോ ചാർട്ട് നമ്മൾ പറഞ്ഞു. ടിഷ്യൂ ഫ്ലൂയിഡും ലിംഫും എന്താണെന്നുള്ളതും ഡിസ്കസ് ചെയ്തു. ഇത്രയാണ് നമുക്ക് ഈ ഒരു പാർട്ടിനകത്ത് നോക്കാൻ.